കോട്ട് എന്നെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു കോട്ടുണ്ട്, ഇഫ് യു ഡോണ്ട് ഫിറ്റ് ഇൻ എ ക്രൗഡ് ഓർ ഇഫ് യു ഡോണ്ട് ബിലോങ് ടു എ ക്രൗഡ് യു ബിലോങ് ടു ദ സ്റ്റേജ് എന്നുള്ളതാണ്. റോബോട്ടിക് എറയിൽ ഈ എൻജിനീയർമാരുടെ ജോബ് റീപ്ലേസ്ഡ് ആവാനുള്ള ഒരു സാധ്യതയുണ്ടോ? അതിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സാറിൻ്റെ അഭിപ്രായത്തിൽ ട്രഡീഷണൽ ബ്രാഞ്ചിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതാണോ ബെറ്റർ, അതോ റിലേറ്റഡ് കാര്യങ്ങൾ പഠിക്കാൻ എന്താണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എൻജിനീയറിംഗ് പെർസ്പെക്റ്റീവിൽ? വൈറസ് എന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ട്, അപ്പോൾ അതിൽ നമ്മുടെ അമീർ ഖാൻ ഒരു എക്സ്ട്രാ ഓർഡിനറി എൻജിനീയറാണ്. അപ്പോൾ സാറിൻ്റെ കരിയറിൽ അതുപോലെ ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റിനെ കണ്ടിട്ടുണ്ടോ? ഒരു ക്രൗഡ് കാണത്തില്ല, അവർക്ക് മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് ഫ്രണ്ട് സർക്കിൾ കുറവായിരിക്കും. ശ്രദ്ധിച്ചാൽ മതി, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഫ്രണ്ട് സർക്കിൾ കുറവായിരിക്കും, അവരെപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. പക്ഷേ അവരുടെ മാർക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റി കാണുമ്പോൾ നമുക്കറിയാം അവർ എക്സ്ട്രാ ബ്രില്യൻ്റാണ്. സോ ഈ സപ്ലി നമ്മുടെ കരിയറിനെ എത്രത്തോളം ഹാംഫുൾ ആണ്? സപ്ലി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ക്രെഡിറ്റ് അല്ല. സപ്ലി എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? യൂണിവേഴ്സിറ്റി സപ്ലി എന്ന് പറഞ്ഞാൽ ഒരു ചാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഒരു മിസ്കൺസെപ്ഷൻ ആയിരുന്നു മെക്കാനിക്കൽ പെൺകുട്ടികളെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ളത്. പെൺകുട്ടികൾക്കാണ് ഏറ്റവും നല്ല ഓപ്ഷൻ മെക്കാനിക്കൽ. ഞാൻ കണ്ടേക്കുന്നതിൽ, എൻ്റെ കരിയറിൽ ഞാൻ കണ്ടേക്കുന്നതിൽ, ഞാൻ പഠിപ്പിച്ച മെക്കാനിക്കലിൽ പഠിച്ച പെൺകുട്ടികളാണ് ഏറ്റവും നല്ല രീതിയിൽ സെറ്റിൽ ചെയ്തേക്കുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ജർമ്മനിയാണ്. ജർമ്മനിയിൽ ഇഷ്ടംപോലെ കോഴ്സസ് ഉണ്ട്. ഇത് കോഴ്സസ് ഓഫർ ചെയ്യുന്നത് ടോപ്പ് റാങ്കിങ് യൂണിവേഴ്സിറ്റീസ്, പബ്ലിക് യൂണിവേഴ്സിറ്റീസ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഫീസ് ഇല്ല. ഞാൻ എൻജിനീയറിങ്ങിനെ കുറിച്ച് കേൾക്കുമ്പോൾ അസോസിയേറ്റഡ് ആയിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ് പോളിടെക്നിക്കും. അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം? അസിസ്റ്റന്റ് എഞ്ചിനീയർ കോഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ കയറുന്നത് ഗസറ്റഡ് റാങ്കാണ്. ക്ലിയറായോ? അപ്പം ഈ 3 ഡിപ്പാർട്ട്മെൻറ്റിൽ പൾപ്പ് വേക്കൻസി ഉണ്ട്. ഇതാണ് അല്ലാത്ത ഒത്തിരി അതർ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഇതിനകത്ത് ഇൻ ഫ്യൂച്ചർ ടീച്ചിങ്ങിൽ പിടിച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിന് അത് IAS പോലെ നല്ല പ്രിപ്പറേഷൻ വേണം, ടെക്നിക്കൽ നോളജും വേണം. പക്ഷേ അത് ചെയ്താൽ IAS പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അത് കിട്ടാനുള്ളതാണ്. ഇൻഡസ്ട്രിയൽ എക്സ്പേർട്ടുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് എന്താ വേണ്ടത്, ഈ പറഞ്ഞ എന്ത് സ്കില്ലാണ് ഒരു കുട്ടിയിൽ വേണ്ടതെന്നുള്ള മനസ്സിലാക്കിയിട്ടാണ് അവർ ഉറപ്പായിട്ടും ഈ കോഴ്സസ് ഡെവലപ്പ് ചെയ്തത്. പിന്നെ ഒരു ക്വാളിറ്റി ഉണ്ട്, പെർസിവറൻസ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കൊച്ചോരോ ഉറപ്പായിട്ട് എന്ത് ചെയ്യും, ലൈഫിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. വെൽക്കം ടു സെലക്ട് ടോക്സ്. ഞാൻ ഡോക്ടർ സൽമ. സോ ഇത് +2 റിസൾട്ടൊക്കെ വന്നിരിക്കുന്ന സമയമാണല്ലേ. എല്ലാവരും കരിയറൊക്കെ ചൂസ് ചെയ്യാൻ വേണ്ടി കുറച്ചൊരു കൺഫ്യൂഷനൊക്കെ അടിച്ചിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മുടെ മുന്നിൽ വരുന്ന 2 കൺവെൻഷനൽ ആയിട്ടുള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ മെഡിക്കൽ എൻട്രൻസ് എഴുതുക, അല്ലെങ്കിൽ എൻജിനീയറിംഗ് എൻട്രൻസ് എഴുതുക എന്നുള്ള കാര്യം അല്ലേ. സോ എൻജിനീയറിംഗ് എന്ന കരിയറിനെ കുറിച്ച്, അതിൻ്റെ ആ ഒരു പ്രൊഫഷനെ കുറിച്ച്, അതിൻ്റെ പഠന രീതിയെ കുറിച്ച്, അതിലുള്ള സാധ്യതകളെക്കുറിച്ചൊക്കെ നമുക്കിന്ന് ഈ ഒരു പോഡ്കാസ്റ്റിൽ അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്യാം. അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും ഒതൻറ്റിക് ആയിട്ടുള്ള ഒരാൾ തന്നെ നമ്മുടെ കൂടെ ഉണ്ട്, നിങ്ങൾക്ക് അറിയുന്ന ആളാണ്. സോ വെൽക്കം റോണി സർ. ഹീസ് ഡീൻ ഓഫ് സ്റ്റുഡൻറ് അഫയേഴ്സ് ഓഫ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ വെൽക്കം ടു സെലക്ട് ടോക്ക്. അപ്പം എനിക്ക് ഈ ഒരു സെഷനിൽ ആദ്യമായിട്ട് ചോദിക്കാനുള്ള ഒരു സംഭവം, ഇപ്പം ഞാനൊരു ഡോക്ടറാണ്, സാർ ഒരു എൻജിനീയറാണ്. സോ നമ്മളെ സംഭവങ്ങൾ എപ്പോഴും കൺവെൻഷനലായിട്ട് ആൾക്കാർ പറയുന്ന ഒരു സംഭവമാണ്, ഒന്നുകിൽ ഡോക്ടർ അല്ലെങ്കിൽ എൻജിനീയർ അല്ലേ, അങ്ങനെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ എൻജിനീയറിംഗ് ശരിക്കും സാച്ചുറേറ്റഡ് ആണോ? എൻജിനീയറിംഗ് സെക്ടർ ഇപ്പം സാച്ചുറേറ്റഡ് അല്ല. എൻജിനീയറിംഗ് ആണെങ്കിലും മെഡിസിനെ കുറിച്ച് എനിക്ക് അത്ര അധികാരമായിട്ട് പറയാറില്ല. പക്ഷേ എൻജിനീയറിംഗ് സെക്ടർ സാച്ചുറേറ്റഡ് അല്ല. മാത്രമല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ബ്രാഞ്ചുകൾ, പണ്ട് തൊട്ടേ ഉള്ള കൺവെൻഷണൽ ബ്രാഞ്ചസിനൊന്നും ജോബ് ഓപ്പർച്യൂണിറ്റിക്ക് യാതൊരു കുഴപ്പവും നമുക്ക് ഇന്ത്യക്കകത്തും പുറത്തും ഇല്ല. ഇപ്പോഴും ഇഷ്ടം പോലെ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ, കറക്റ്റ് പ്രോപ്പറായിട്ട് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പം നമുക്ക് 3 രീതിയിലാണ് ജോബ് ഓപ്പർച്യൂണിറ്റി ഞാൻ നോക്കിക്കാണുന്ന ഒരു 3 രീതിയിലാണ്. ഒന്നെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് വൈഡ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് നമ്മൾ പറഞ്ഞാൽ ലോക്കൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയും, സ്റ്റേറ്റ് വൈഡ് ഓപ്പർച്യൂണിറ്റി. രണ്ടാമത് നാഷണൽ ഓപ്പർച്യൂണിറ്റി, ഓൾ ഇന്ത്യ ബേസിൽ. പിന്നുള്ളത് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി. 3 രീതിയിലാണ് ഇതിനെ ഓപ്പർച്യൂണിറ്റി നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഈ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പം അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അത് നമുക്ക് ഡയറക്റ്റ്ലി ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ് കഴിഞ്ഞൊരു കുട്ടിക്ക് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇച്ചിരി പാടാണ്. അപ്പോൾ അതിന് കൂടുതലും ഒതുങ്ങുന്നത് എപ്പോഴും ഒരു ഹയർ സ്റ്റഡി ഓപ്ഷൻ, ഇപ്പോൾ അമേരിക്ക, ജർമ്മനി, അതായത് യൂറോപ്യൻ കൺട്രീസും കാനഡയിലൊക്കെ പഠിക്കാൻ പോയിട്ട് സ്റ്റേ ബാക്ക് ഓപ്ഷൻ എടുത്ത് ജോലിക്ക് കയറുന്നൊരു സാധ്യതയാണ് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി പറയുന്നത്. പിന്നെ വരുന്നത്, അപ്പോൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട 2 ഏരിയ എന്ന് പറയുന്നത് സ്റ്റേറ്റ് വൈഡ് ഓപ്പർച്യൂണിറ്റി, കേരളത്തിൻ്റെ അകത്ത് എന്തൊക്കെ സാധ്യതയുണ്ട്, ബോത്ത് ഇൻ ഗവൺമെൻറ് സെക്ടർ ആൻഡ് പ്രൈവറ്റ് സെക്ടർ. പിന്നെ നാഷണൽ വൈഡ് ഓപ്പർച്യൂണിറ്റി. ഇതിന് യാതൊരു കുഴപ്പവും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ എൻജിനീയറിംഗ് ഇപ്പോഴും സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ അല്ല. ഞാൻ സപ്പോസ് ഞാനൊരു +2 കഴിഞ്ഞ ഒരു സ്റ്റുഡൻ്റ് ആണ്.
എഞ്ചിനീയറിംഗ് പാസ് ഔട്ടായ ഒരുപാട് പേര് വേറെ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഉണ്ട്. അപ്പോൾ സപ്പോസ് എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഏത് ബ്രാഞ്ചാണ്, എങ്ങനെയാണ്, ഞാൻ ഏതാണ് ചൂസ് ചെയ്യേണ്ടത് ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ബേസിക്കലി എത്ര ബ്രാഞ്ചസ് ആണ് എഞ്ചിനീയറിംഗിലുള്ളത്? എന്താണ് ഇതിനെക്കുറിച്ച് ഒരു ആദ്യമായിട്ട് അന്വേഷിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനോട് സാറിന് പറയാനുള്ളത്? ഓക്കെ. ബേസിക്കലി എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷനിൽ തന്നെ തുടങ്ങാം. എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഓഫ് സയൻസ് എന്നാണ്. നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ പഠിച്ച മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, അല്ലെങ്കിൽ നമ്മൾ എഞ്ചിനീയറിംഗിൽ തന്നെ ഇഷ്ടംപോലെ സബ്ജക്റ്റ് ഏരിയാസ് ഉണ്ട് പഠിക്കാനായിട്ട്. ഓരോ ബ്രാഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇഷ്ടംപോലെ ഏരിയാസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഈ ഏരിയയിലുള്ള ഈ കവർ ചെയ്യുന്ന സബ്ജക്റ്റിന് നമ്മൾ ഫൈനൽ ഇയറിൽ ഒരു പ്രോജക്റ്റ് ആക്കും. അതായത് ഈ പഠിച്ച കാര്യത്തിന് നമ്മളൊന്ന് അപ്ലൈ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓഫ് സയൻസ് എന്നാണ്. എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് സയൻസ്. ഇനി എഞ്ചിനീയറിംഗ് സെക്ടറിനെ രണ്ട് രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ കൺവെൻഷണൽ ഓർ ട്രഡീഷണൽ ബ്രാഞ്ചും, പിന്നെ വരുന്ന ഡിറൈവ്ഡ് ബ്രാഞ്ച് എന്ന് പറയും. അതായത് ഇപ്പം നിങ്ങൾ കേൾക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്രാഞ്ച് എന്നൊക്കെ പറയുന്നത് ഡിറൈവ്ഡ് ബ്രാഞ്ചസ് ആണ്. കൺവെൻഷണൽ ബ്രാഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും, അല്ലെങ്കിൽ കോർ ബ്രാഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. ഇതിനെയൊക്കെ നമുക്ക് കോർ ബ്രാഞ്ചസ് ആയിട്ട് പറയാം. ഇതിൽ നിന്നെല്ലാം ഡിറൈവ് ചെയ്ത് വന്ന ബ്രാഞ്ചസാണ് ഇപ്പം നിങ്ങൾ കേൾക്കുന്ന കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് വിത്ത് AI, സൈബർ സെക്യൂരിറ്റി, അല്ലെ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ഡേറ്റാ സയൻസ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് കമ്പ്യൂട്ടർ സയൻസ്, സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സയൻസ്, ഇങ്ങനെയുള്ള പുതിയ മെക്കട്രോണിക്സ്, റോബോട്ടിക്സ്, ഇതിനെല്ലാം പറയുന്നത് ഡിറൈവ്ഡ് ബ്രാഞ്ചസ് എന്നാണ്. അപ്പം ഈ പറയുന്ന ട്രഡീഷണൽ ബ്രാഞ്ചിനും ഇപ്പം നിങ്ങൾ ഈ കേൾക്കുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള ബ്രാഞ്ചസിനും ഈക്വലി ജോബ്സ് ഓപ്പൺ ആണ് നമ്മുടെ മാർക്കറ്റിൽ, ബോത്ത് ഇന്ത്യയിലും പുറത്തും. ഓക്കെ. അപ്പോൾ 4 കൺവെൻഷണൽ ബ്രാഞ്ചസ് ആണ് എഞ്ചിനീയറിങ്ങിന് ഉള്ളത്, ബാക്കിയെല്ലാം ഡിറൈവ്ഡ് ബ്രാഞ്ചസ് ആണ്. ഓക്കെ സാർ, ക്ലിയർ. ഞാൻ എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് കേൾക്കുമ്പോൾ അസോസിയേറ്റഡ് ആയിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ് പോളിടെക്നിക്കും. അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം? അതൊരു ഡിപ്ലോമ പോലെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു റിയൽ ഡിഫറൻസ് എന്താണ്? പോളിടെക്നിക് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഡിപ്ലോമ കോഴ്സും, എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗിനെ പറയുന്ന പ്രൊഫഷണൽ കോഴ്സ് ഇതാണ്. അതായത് പ്രൊഫഷണൽ കോഴ്സ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 4 വർഷം കൃത്യമായി പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഒരു പ്രൊഫഷൻ അയാൾ ആപ്റ്റായി ഒരു ജോലിക്ക് കയറാനുള്ള എല്ലാ ക്വാളിഫിക്കേഷനും ഒരു എഞ്ചിനീയറിനുണ്ട്. ഡിപ്ലോമ, ഈ പോളിടെക്നിക് എന്ന് പറയുമ്പോൾ അവർ കൂടുതലായിട്ടും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. അവർക്ക് ഇത് എങ്ങനെ, ഇപ്പോൾ ഒരു എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു എഞ്ചിനീയർ ഡിഫൈൻ ചെയ്യുന്ന രീതിയിലായിരിക്കും ഒരു പോളി പഠിച്ച ഒരാൾ, അയാൾക്കത് അതിനെ ഇളക്കാനും അത് റീഅസംബിൾ ചെയ്യാനും ഒക്കെയുള്ള ഒരു കഴിവുണ്ട്. എഞ്ചിനീയേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് തിയറട്ടിക്കൽ നോളജാണ് കൂടുതൽ. അവർ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യും, ഇവരെ യൂസ് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്യുക ചെയ്യും. അതാണ് ഒരു ബേസിക് ഡിഫറൻസ് എന്നാണ്. പിന്നെ പോളി കഴിഞ്ഞവർ അവർക്ക് ലെറ്റ് എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്, ലാറ്ററൽ എൻട്രി എന്ന് പറയും. അത് ആ എക്സാം ക്ലിയർ ചെയ്തിട്ട് എഞ്ചിനീയറിംഗിലോട്ട് നമുക്ക് അവർക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. സെക്കൻഡ് ഇയറിൽ ഒരു 3 വർഷം കൂടെ പഠിച്ചാൽ അവർ എഞ്ചിനീയേഴ്സ് ആവും. ഈ പോളി പഠിച്ചിട്ട് എഞ്ചിനീയേഴ്സ് ആയി കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഡെഡ്ലി കോമ്പിനേഷനാണ്. കാര്യം എന്ന് വെച്ചാൽ അവരുടെ നോളജ് ലെവൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആയിരിക്കും. ഒരു സാധാരണ 4 വർഷം കഴിഞ്ഞ എഞ്ചിനീയറിനെ പോലെ ആയിരിക്കത്തില്ല. അതാണ് അതിൻ്റെ അകത്തുള്ള ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. സാർ, ഇതിൻ്റെ കരിയർ പാത്ത് എങ്ങനെയാണ്? ഒരു എഞ്ചിനീയറുടെ ഒരു കരിയർ പാത്ത് എങ്ങനെയാണ്? നമ്മൾ ഈ എഞ്ചിനീയറിംഗിൻ്റെ ഓരോ ബ്രാഞ്ചിനും ഡിഫറെൻറ്റ് കരിയർ പാത്താണ്. ഇപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാളുടെ കരിയർ പാത്ത് ആയിരിക്കണമെന്നില്ല സിവിൽ എഞ്ചിനീയറിംഗ്. അങ്ങനെ ഓരോ ബ്രാഞ്ച് മാറുന്നതനുസരിച്ച് കരിയർ പാത്തും മാറിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഈ കരിയർ പാത്ത് ഇതൊക്കെ പറയുമ്പം കുട്ടികൾക്ക് ആദ്യം ഫോക്കസ് ചെയ്യുന്നത് ഒരു ജോബ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ +2 കഴിഞ്ഞ കുട്ടികൾ അല്ലേ, അവരെപ്പോഴും ജോലി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്ത് കാര്യമായിരിക്കും? എപ്പോഴും സാലറി അല്ലേ, എത്ര പാക്കേജ് എനിക്ക് കിട്ടും, എത്ര ശമ്പളം കിട്ടും. അപ്പം ഇതിനെ അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് 3 സെക്ടേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ സാലറി എന്ന് പറയും. അത് മിക്കവരും ഒരു 80% ആൾക്കാരും, ഇപ്പോൾ ഇൻക്ലൂഡിങ് മീ അല്ലേ, നമ്മൾ പഠിക്കുന്ന കാലത്ത് നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എനിക്ക് എത്ര പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ എത്ര ശമ്പളം കിട്ടും. അത് ഒരു സെക്ടറായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യും, സാലറി. രണ്ടാമത്തെ സെക്ടർ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് എന്ന് പറയും. സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ചില കുട്ടികൾക്ക് സാലറിക്ക് മുകളിൽ സ്റ്റാറ്റസ് സിമ്പിളാണ്. ഇപ്പോൾ IAS ഓഫീസേഴ്സ്, IPS ഓഫീസേഴ്സ്, മുൻസിഫ്, ഡിസ്ട്രിക്ട് ജഡ്ജ്, ഇങ്ങനെയുള്ള ഇവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, ഇവർക്ക് കിട്ടുന്നൊരു വില, അപ്പോൾ അതിനെ സ്റ്റാറ്റസ് എന്ന് പറയും. സ്റ്റാറ്റസ് നോക്കി പോകുന്ന കുട്ടികളുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്, അത് വളരെ റെയർ ആണ് എന്ന് പറഞ്ഞാൽ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുണ്ട്. സർവീസ് ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡോക്ടേഴ്സ്, പിന്നെ നഴ്സുമാർ, ടീച്ചിങ് ഒരു നോബൽ പ്രൊഫഷനാണ്. അപ്പം ഇങ്ങനെയുള്ളതാണ് സർവീസ് സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്താണ് കരിയർ പാത്ത് ഈ കുട്ടികൾ ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എഞ്ചിനീയറിംഗിൽ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ ഡിഫറെൻറ്റ് കരിയർ പാത്താണ്. ഇപ്പോൾ മെക്കാനിക്കലിൻ്റെ സിമിലർ ആയിരിക്കത്തില്ല ഇലക്ട്രിക്കലിൻ്റെ. അപ്പം ഓരോന്നിനും ഓരോ ഡിഫറെൻറ്റ് കരിയർ പാത്തുണ്ട്. ഓരോ സബ്ജക്റ്റ്, അതായത് ഈ കുട്ടികൾ പഠിക്കുന്ന ഓരോ സബ്ജക്റ്റിന് ഒരു റെലവൻസ് ഉണ്ട്. ആഫ്റ്റർ എഞ്ചിനീയറിംഗ് അത് അവരുടെ ഇൻഡസ്ട്രിയിൽ എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു റെലവൻസ് ഉണ്ട്. അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റാണ് അത് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓരോന്നിൻ്റെ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് വേണമെങ്കിൽ പറയാം. ഇപ്പം
സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ബ്രാഞ്ച് ഓഫ് സ്റ്റഡി. സിവിൽ എഞ്ചിനീയറിംഗിന് ഇപ്പം ഞാൻ നേരത്തെയും പറഞ്ഞു, ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ 3 രീതിയിലാണ്. സ്റ്റേറ്റ് വൈഡ് ഉണ്ട്, നാഷണൽ വൈഡ് ഉണ്ട്, ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം സ്റ്റേറ്റ് വൈഡ് ഓപ്പർച്യൂണിറ്റി എടുത്താൽ എനിക്ക് മനസ്സിലാവുന്ന ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ എന്താ ശ്രമിക്കുന്നത്, നാട്ടിൽ തന്നെ സെറ്റിൽ ചെയ്യണം, ഒരു ഗവൺമെൻറ് ജോലി വേണം, അതല്ലേ. അപ്പോൾ അവർക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു ബ്രാഞ്ച് സിവിൽ എഞ്ചിനീയറിംഗാണ്. കാര്യം അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് ജോബ് ഓപ്ഷൻസ്, അതായത് മെയിനായിട്ട് 3 ഡിപ്പാർട്ട്മെൻറ്റ്, PWD, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, LSDD ഡിപ്പാർട്ട്മെൻറ്റ്, ഈ 3 ഡിപ്പാർട്ട്മെൻറ്റിലും വേക്കൻസി എന്ന് പറയുന്നത് നമ്മൾ ഊഹാതീതമായ വേക്കൻസിയാണ് വരുന്നത്. അപ്പോൾ സാർ, കരിയർ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഒരു AI എറയിലാണ്. സോ AI റോബോട്ടിക് എറയിൽ ഈ എഞ്ചിനീയർമാരുടെ ജോബ് റീപ്ലേസ്ഡ് ആവാനുള്ള ഒരു സാധ്യതയുണ്ടോ? അതിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് എഞ്ചിനീയറിംഗ് സെക്ടറിൽ മാത്രമല്ല, ഞങ്ങൾ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു ചോദ്യമാണ്, വിൽ AI റീപ്ലേസ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ വിൽ AI റീപ്ലേസ് എഞ്ചിനീയേഴ്സ് എന്നുള്ളത്. ശരിക്കും അങ്ങനൊന്നും ഇല്ല. AI ആരെയും റീപ്ലേസ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ AI റീപ്ലേസ് ചെയ്യും. ആരെയാണ് റീപ്ലേസ് ചെയ്യുന്നത്? AIനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയാത്ത എഞ്ചിനീയേഴ്സിനെ AI റീപ്ലേസ് ചെയ്യും. അല്ലെങ്കിൽ AI ടൂൾസ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയാത്ത ടീച്ചേഴ്സിനെ, അധ്യാപകരെ AI റീപ്ലേസ് ചെയ്യും. അല്ലാതെ AI ജോബ് ഓപ്പർച്യൂണിറ്റി കളയുമെന്നുള്ളൊരു തോന്നൽ എനിക്കില്ല. നമ്മുടെ ജോലി കുറച്ചും കൂടി ഈസി ആക്കും. AI നമ്മുടെ കുറച്ച് എഫേർട്ടിനെ കുറയ്ക്കും. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഈ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനെ കുറിച്ചാണ്. അതിൽ തന്നെ ഗവൺമെൻറ് ജോബുകളെ കുറിച്ച് എഞ്ചിനീയറിംഗ് ആ ഒരു കരിയറിൽ ഒരു അവയർനെസ് കുറവാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഗവൺമെൻറ് ഫീൽഡിൽ എഞ്ചിനീയർമാർക്കുള്ള സാധ്യതകൾ? ഇതാ നേരത്തെ സൽമാൻ ചോദിച്ചൊരു ചോദ്യത്തിന് ആഡ് ചെയ്യുക. ഇതിനാണ് കരിയർ മാപ്പ് എന്ന് പറയുന്നത്. കരിയർ മാപ്പ് പ്രസൻറ്റേഷൻസ് മാൻഡേറ്ററി ആയിട്ട് എല്ലാ കോളേജിലും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും, എല്ലാ അധ്യാപകരും ഈ കരിയർ മാപ്പിനെ കുറിച്ചൊരു അവയർനെസ് അവർക്ക് വേണം. അപ്പോൾ കുട്ടികളെ അവർക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കരിയർ മാപ്പ് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ജോബിന് നമുക്കിപ്പോൾ ചോദിച്ച ചോദ്യം ഗവൺമെൻറ് സെക്ടറിലുള്ള ജോലി. ഗവൺമെൻറ് സെക്ടർ ഉണ്ട്, പ്രൈവറ്റ് സെക്ടർ ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ട്, നാഷണൽ ഉണ്ട്, ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി, ഇങ്ങനെ പല രീതിയിൽ ഇതിനെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കരിയർ മാപ്പ് പ്രസൻറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞ ഇപ്പം സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്തെല്ലാം ഗവൺമെൻറ് ജോബ് ഓപ്ഷൻസ് നാട്ടിലുണ്ട്, കേരളത്തിനകത്തുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ 3 മെയിനായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അതായത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, LSDD ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, PWD ഉണ്ട്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാം സിവിൽ എഞ്ചിനീയേഴ്സാണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് സിവിൽ എഞ്ചിനീയേഴ്സാണ്. ഈ റിട്ടയർമെൻറ്റ് വരുമ്പോൾ ബൾക്കായിട്ടുള്ള വേക്കൻസിയാണ് വരുന്നത്. ഒരു റിട്ടയർമെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ബാച്ച് കയറിയവരെല്ലാം മിക്കവരും ഒരുമിച്ച് 1-2 വർഷത്തിൽ ഒരുമിച്ച് ഇറങ്ങിപ്പോകും. അപ്പോൾ ബൾക്ക് വേക്കൻസി വരുമ്പം ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടികൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇവർക്ക് എന്ത് ഓപ്ഷനുണ്ട്? ഈ പറയുന്ന 3 ഡിപ്പാർട്ട്മെൻറ്റിൽ ആയിട്ട് കയറാനുള്ള അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോസ്റ്റിൽ കയറാനുള്ള ഓപ്ഷനുണ്ട്. ഈ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ കയറുന്നത് ഗസറ്റഡ് റാങ്കാണ്. ക്ലിയർ ആയോ? അപ്പം ഈ 3 ഡിപ്പാർട്ട്മെൻറ്റിൽ ബൾക്ക് വേക്കൻസി ഉണ്ട്. ഇതാണ് അല്ലാത്ത ഒത്തിരി അതർ ഡിപ്പാർട്ട്മെൻറ്റ്, വാട്ടർ അതോറിറ്റി ഉണ്ട്, ഈ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, ഈ ടൗൺ പ്ലാനിംഗ് ഉണ്ട്, ഇങ്ങനെ അല്ലാത്ത ചെറിയ ചെറിയ വേറെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്തെല്ലാം ആർക്ക് ഓപ്ഷനുണ്ട്? ഈ പറയുന്ന സിവിൽ എഞ്ചിനീയേഴ്സിന് ഓപ്ഷനുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു അവയർനെസ് ഈ പറഞ്ഞ പോലെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ PWD ഉണ്ട്. സെൻട്രൽ PWDയിലും ഈ പറയുന്ന ഇവർ തന്നെ സിവിൽ എഞ്ചിനീയേഴ്സ് തന്നെ ഡെവലപ്പ് ചെയ്യുന്നത് ഉറപ്പായിട്ടും ഉണ്ട്. IAS പോലെ IAS, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിന് അത് IAS പോലെ തന്നെ നല്ല പ്രിപ്പറേഷൻ വേണം, ടെക്നിക്കൽ നോളജും വേണം. പക്ഷെ അത് ചെയ്താൽ നല്ല രീതിയിൽ IAS പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അത് കിട്ടാനുള്ളത്. സാർ, ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് വലിയ നോളജൊന്നും ഉണ്ടാവില്ല, ഒരു വർക്ക് ചെയ്യാനുള്ളൊരു നോളജൊന്നും ഉണ്ടാവില്ല എന്ന്. അപ്പോൾ മെഡിക്കൽ പ്രൊഫഷനിൽ ഞങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് ഉണ്ട്, കമ്പൽസറി ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. അപ്പോൾ പഠിച്ചിറങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റിനും ഈ ഒരു പുതിയ ടെക്നോളജിയായിട്ട് ദർ വിൽ ബി ഒരു സ്കിൽ ഗ്യാപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗിൽ ആ ഒരു സ്കിൽ ഗ്യാപ്പിന് എന്താണ് ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ പുതിയ സിലബസ് APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി വന്നതിന് ശേഷം പുതിയ സിലബസ് ഇൻകോർപ്പറേറ്റ് ചെയ്തപ്പോൾ ഈ അഡീഷണൽ സ്കില്ലിങ്ങിന് വേണ്ടി, അത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടണമെന്നില്ല, എന്നാൽ പോലും ഈ കുട്ടികളുടെ എഡ്യൂക്കേഷനകത്തൊരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലേ, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള അഡീഷണൽ സ്കില്ലിങ്ങിന് വേണ്ടി ഇപ്പോൾ ഈ പറയുന്ന ഇൻറ്റേൺഷിപ്പുകൾ, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്, ഇതൊക്കെ മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. ഉറപ്പായിട്ടും ഒരു കുട്ടി എന്ത് അറ്റൻഡ് ചെയ്യണം. ഇപ്പം ഇതിൻ്റെ ഒരു സീസണാണ്, ഒരു 2 വീക്സ് 3 വീക്സ് ഇൻറ്റേൺഷിപ്പ് ഒരു കമ്പനിയിൽ പോയി കുട്ടികൾ ചെയ്യണം, ഇൻഡസ്ട്രിയൽ വിസിറ്റുകൾ അവരെടുക്കണം. അപ്പോൾ ഇതൊക്കെ ഒരു പരിധി വരെ ഈ സ്കില്ലിങ്ങിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ആഡ് ഓൺ കോഴ്സസ് അത് പ്രൊവൈഡ് ചെയ്യുന്ന ഇഷ്ടംപോലെ കമ്പനീസ് ഉണ്ട്. കോളേജിൻ്റെ അകത്ത് വിതിൻ ദ കോളേജ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ ആഡ് ഓൺ കോഴ്സുകൾ, ഓരോ ഏരിയയിലുള്ള ആഡ് ഓൺ കോഴ്സുകൾ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് പിള്ളേർക്ക് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. ഇവർക്കത് പഠിച്ചാൽ മാത്രമേ ഇവർക്ക് ആക്ടിവിറ്റി പോയിന്റ് എന്നും പറഞ്ഞ് അവാർഡ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഇതിപ്പോൾ മാൻഡേറ്ററി ആണ്, കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇനി ഇതുകൊണ്ട് മാത്രം സ്കില്ലിങ് ഈ എഞ്ചിനീയറിംഗ് ജോബ്സിന്, അതായത് ഗവൺമെൻറ്റിനേക്കാളും ഞാൻ പറയുന്നത് ഈ പ്രൈവറ്റ് ജോബ്സിനെ കുറിച്ച്, പ്രൈവറ്റ് ജോബ് ഏരിയ വരുമ്പം അവരെപ്പോഴും നോക്കുന്ന ഈ ചോദ്യമാണ്, സ്കില്ലിങ്, അഡീഷണൽ സ്കില്ലിംഗ് ഉണ്ടോയെന്നുള്ളതാണ് അവർ നോക്കുന്നത്.
അപ്പോൾ അഡീഷണൽ സ്കില്ലിംഗ് ഒരിക്കലും നമുക്ക് ഈ 4 ഇയർ സ്റ്റഡിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അതിനെന്താ വേണ്ടത്? നേരത്തെ പറഞ്ഞ ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഒരു 1 ഇയർ നിങ്ങൾ ഹൗസ് സർജൻസി ചെയ്യുന്ന പോലെ ഒരു 1 ഇയർ എന്ത് വേണം? ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അഡീഷണൽ സ്കില്ലിംഗ് കിട്ടത്തുള്ളൂ. അതിന് ഒത്തിരി ഓപ്ഷൻസ് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ ട്രിപ്ലൈസി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? അത് ട്രിപ്ലൈസി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ മാനേജ്ഡ് ബൈ KS ആൻഡ് ULCCS. ഒരു അലുമിനിയം കൺസ്ട്രക്ഷനും കേസും മാനേജ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അത് ഓൾ ഇന്ത്യ ലെവലിൽ റെക്കഗ്നേഷൻ ഉള്ളൊരു സ്റ്റേറ്റ് ഗവൺമെൻറ് മാനേജ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ ഈ അഡീഷണൽ സ്കില്ലിംഗ് കോഴ്സുകളെല്ലാം ഉണ്ട്. അവർക്ക് എനിക്ക് തോന്നുന്നത് 1 ഇയർ കോഴ്സും ഉണ്ട്, 6 മന്ത് കോഴ്സും ഉണ്ട്. ഇപ്പോൾ ഈ 1 ഇയർ കോഴ്സിൽ അവർ ചെയ്യുന്നത് 9 മന്ത്സ് അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അകത്ത് ട്രെയിനിങ് കൊടുക്കും. 3 മന്ത്സ് ഈ കുട്ടികൾ മാൻഡേറ്ററി ആയിട്ട് അവിടെ വർക്ക് ചെയ്യണം, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണം. ഇനി 6 മന്ത് കോഴ്സ് ആണെങ്കിലും 4 മാസം കുട്ടികൾ അവിടെ ട്രെയിൻ ചെയ്യും, ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് ട്രെയിൻ ചെയ്യും. 2 മന്ത്സ് ഈ പറയുന്ന കമ്പനിയിൽ പോയി മാൻഡേറ്ററി ആയിട്ട് അവർ ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. എന്നാലേ പോസ്റ്റ് കംപ്ലീഷൻ കിട്ടത്തുള്ളൂ അവർക്ക്. ഇതെന്താ സപ്ലൈ ചെയ്യുന്നത്? എന്താ? അഡീഷണൽ സ്കില്ലിംഗ് ആണ്. പിന്നെ ഈ സിവിൽ എഞ്ചിനീയറിംഗ് ഏരിയയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ സിവിൽ എഞ്ചിനീയേഴ്സിനാണെങ്കിലും മെക്കാനിക്കലിനാണെങ്കിലും ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനാണെങ്കിലും ഒക്കെ അവിടെ ഇഷ്ടം പോലെ കോഴ്സസ് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് BIM, പിന്നെ അഡ്വാൻസ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്, റോഡ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് കോഴ്സസ്, ഇൻറ്റീരിയർ ഡിസൈൻ, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് കോഴ്സസ് അവിടെ അവൈലബിൾ. HVAC, MEP സിസ്റ്റംസ്. അപ്പോൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇൻഡസ്ട്രിക്ക് വേണ്ടത്. അവരിതെങ്ങനെ ഡെവലപ്പ് ചെയ്ത് എങ്ങനെയായിരിക്കും? ഉറപ്പായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡെവലപ്പ് ചെയ്ത് ഇൻഡസ്ട്രി ഇൻട്രാക്ഷൻ വെച്ചിട്ട് തന്നെ അല്ലേ, ഇൻഡസ്ട്രിയൽ എക്സ്പേർട്ടുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് എന്താ വേണ്ടത്, ഈ പറഞ്ഞ എന്ത് സ്കില്ലാണ് ഒരു കുട്ടിയിൽ വേണ്ടതെന്നുള്ള മനസ്സിലാക്കിയിട്ടാണ് അവർ ഉറപ്പായിട്ടും ഈ കോഴ്സസ് ഡെവലപ്പ് ചെയ്തത്. വേറൊരു കോഴ്സ് ഉണ്ട്, എൻവയോൺമെൻറ്റൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, കേട്ടിട്ടുണ്ടോ? അതിപ്പം റീസെൻ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സബ്ജക്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ അവിടെ അഡീഷണൽ 1 ഇയർ 6 മന്ത്സ് കോഴ്സായിട്ട് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അവൈൽ ചെയ്ത കുട്ടിയുടെ ഈ പറയുന്ന അപ്സ്കില്ലിങ്ങിന് അത് ഹെൽപ്ഫുൾ ആവും. ഇത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് കോർ ബ്രാഞ്ച് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഇനി എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മുടെ AI എറയാണ്. സോ അതിനെക്കുറിച്ച് പഠിക്കാൻ ഒരുപാട് ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും. അപ്പോൾ സാറ് പറഞ്ഞ ഈ കൺവെൻഷണൽ കോഴ്സുകൾക്ക് അപ്പുറത്ത് സാറ് പറഞ്ഞു കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞ ഒരു ഡിറൈവ്ഡ് ബ്രാഞ്ച് നമുക്കുണ്ട്. അതിനപ്പുറത്ത് ഈ ഡാറ്റ സയൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ, AI റിലേറ്റഡ് കാര്യങ്ങൾ പഠിക്കാൻ എന്താണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എഞ്ചിനീയറിംഗ് പെർസ്പെക്റ്റീവിൽ? എഞ്ചിനീയറിംഗിൻ്റെ അകത്ത് ഇപ്പോൾ ഓൾറെഡി ഈ പറയുന്ന കോഴ്സുകൾ ഓൾറെഡി നമ്മുടെ കേരളത്തിൻ്റെ അകത്തും പുറത്തും ഈ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് ട്രഡീഷണൽ ബ്രാഞ്ചാണ്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് AI എന്ന് പറഞ്ഞൊരു ബ്രാഞ്ചുണ്ട്. എന്ന് പറഞ്ഞാൽ അപ് ടു 5th സെമസ്റ്റർ, ഒരു 4 സെമസ്റ്റർ വരെ ഇവർ CS പഠിക്കുന്ന, കമ്പ്യൂട്ടർ സയൻസുകാർ പഠിക്കുന്ന അതേ കോഴ്സ് പഠിക്കും. ഒരു 5th സെമസ്റ്റർ തൊട്ട് ഇവരുടെ കരിക്കുലം മാറും. അതിൻ്റെ അകത്ത് കൂടുതലായിട്ട് ഡേറ്റാ സയൻസുകാരാണെങ്കിൽ ഡേറ്റാ സയൻസിൻ്റെ സബ്ജക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും, AI ആണെങ്കിൽ AIയുടെ സബ്ജക്റ്റ് ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ പിന്നെ അങ്ങോട്ട് ഇവരുടെ കരിക്കുലം അങ്ങനെ മാറും. സ്പെസിഫിക് ആയിട്ട് ഈ ഏരിയയിലുള്ള ട്രെയിനിങ് ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. ഒന്നെങ്കിൽ അങ്ങനെ ആ കോഴ്സ് എടുത്ത് പഠിക്കാം. ഇതിൻ്റെ അകത്ത് ഫോക്കസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഒന്നെങ്കിൽ ഡേറ്റാ സയൻസ് സ്പെസിഫിക് ആയിട്ട് ഡേറ്റാ സയൻറ്റിസ്റ്റ് ആവണം, ആ ലെവലിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ ആ ഏരിയ ചൂസ് ചെയ്യാം. ഇനി AIയെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ പറഞ്ഞ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് AIയോ അല്ലെങ്കിൽ AIയുടെ തന്നെ കോഴ്സുകളുണ്ട്, റോബോട്ടിക്സ്, AIയുടെ അല്ലാത്ത സ്പെഷ്യൽ ബ്രാഞ്ചസ് ഉണ്ട്, അതെടുത്ത് പഠിക്കുകയോ ചെയ്യാം. ഇനി ഇതൊന്നും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ട്രഡീഷണൽ ബ്രാഞ്ചിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക, മെക്കാനിക്കൽ എടുക്കുക, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കുക, അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് എടുത്തിട്ട് ഇതിൻ്റെ ആഡ് ഓൺ കോഴ്സുകളുണ്ട്, AI റിലേറ്റഡ് ആയിട്ടുള്ള ആഡ് ഓൺ കോഴ്സുകൾ, സോഫ്റ്റ്വെയർസ്, ലാംഗ്വേജസ്, ഇത് അഡീഷണൽ ആയിട്ട് പഠിച്ചാൽ മതി. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് ഡിവീറ്റ് ചെയ്യാം? ഈ പറയുന്ന ഏരിയയിലോട്ട് നമുക്ക് ഡിവീറ്റ് ചെയ്യാനോ. അപ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ ട്രഡീഷണൽ ബ്രാഞ്ചിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതാണോ ബെറ്റർ, അതോ? രണ്ട് രീതിയിൽ പറയാം. ട്രഡീഷണൽ ബ്രാഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന PSC, UPSC, RRB എല്ലാ മേഖലകളിലും ഇത് ലിസ്റ്റഡ് ജോബ്സ് ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാൾക്ക് ഉറപ്പായിട്ടും എപ്പോഴെങ്കിലും ഒരു അവസരം ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഒരു ബൾക്ക് വേക്കൻസിക്ക് ഒരു ടെസ്റ്റ് വിളിക്കുകയോ അപ്പോൾ അത് അപ്പിയർ ചെയ്യാൻ പറ്റും. ഇത് ലിസ്റ്റഡ് ആണ്. സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് എന്ന് പറയുമ്പോൾ KCB, അതിൻ്റെ അകത്ത് ഉറപ്പായിട്ട് അവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം അതാണ് അതിൻ്റെ ഒരു വശം. ഇനി AI എടുത്ത് പഠിക്കുന്ന അല്ലെങ്കിൽ പുതിയ ബ്രാഞ്ചസ് എടുത്ത് പഠിക്കുന്നവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് ആസ് ഓഫ് നൗ പ്രൈവറ്റ് ജോബ്സ് ഇഷ്ടം പോലെ ഓപ്പണിംഗ് ആണ്, ഹയർ സ്റ്റഡി ഓപ്ഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന PSC, UPSC ഈ ജോബ്സ് ഒന്നും അവർ ലിസ്റ്റഡ് അല്ല. പക്ഷേ അതിന് വേറൊരു മറുവശമുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ ഒരു 2030-31 ആകുമ്പോൾ ഇവർക്ക് വേണ്ടി സ്പെസിഫിക് ആയിട്ട് ചിലപ്പോൾ ജോബ് റോൾസും ഓപ്പണിങ്സും ഈ പറയുന്ന PSCയിൽ വരാനുള്ള ചാൻസ്, UPSC വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് രണ്ടിനെയും വേർതിരിച്ച് കാണാൻ പറ്റത്തില്ല. ഒന്ന് നല്ലതൊന്നും ചെയ്ത് രണ്ടും ഈക്വലി ഗുഡാണ്. അത് ഡിപ്പെൻഡ്സ് ഓൺ ഫ്യൂച്ചർ. സാർ, ആസ് എ ഡോക്ടർ ഞാൻ എഞ്ചിനീയറിംഗ് കാര്യങ്ങൾ സിനിമയിലാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ മെക്കാനിക്കൽ എന്ന് പറഞ്ഞ ബ്രാഞ്ച് കാണിക്കുമ്പോൾ
അവിടെ ഇപ്പൊ ക്വീൻ എന്ന് പറഞ്ഞൊരു സിനിമയിൽ മെക്ക് റാണി, അപ്പം പൊതുവെ മെക്ക് ബ്രാഞ്ച് ഗേൾസ് ഓപ്റ്റ് ചെയ്യുന്നത് വളരെ കുറവാണെന്ന് സിനിമ കണ്ടിട്ടുള്ള ഒരു അറിവ് എനിക്കുണ്ട്. അപ്പോൾ ഇസ് ഇറ്റ് ട്രൂ? അങ്ങനെ തന്നെയാണോ ഇപ്പോഴും? അങ്ങനെ തന്നെയാണോ? അതോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ഞാൻ പഠിക്കുന്ന സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ 2007-8 അതിന് മുമ്പോട്ടും പണ്ടും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗേൾസ് ഓപ്റ്റ് ചെയ്യുന്ന കുറവാണ്. ഓക്കെ കുറവെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ബാച്ച് ഒരു കുട്ടി എങ്ങനെ കാണും, അല്ലെങ്കിൽ 2 പേര്, മാക്സിമം 3, ഇങ്ങനെ ഒരു പാറ്റേണിലാണ് പണ്ട് തൊട്ടേ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ അത് പാറ്റേൺ മാറി. ഇപ്പോൾ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കോളേജിൽ ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് ഇയർ, അതായത് ഇനി വരുന്ന സെക്കൻഡ് ഇയറിൽ 7 പെൺകുട്ടികളുണ്ട്. അതായത് 32 കുട്ടികളുള്ളതിൽ 7 പേര് പെൺകുട്ടികൾ. ഈ വർഷത്തെ അഡ്മിഷനിൽ എനിക്ക് ഉറപ്പാണ്, എനിക്കൊരു 3-4 പെൺകുട്ടികൾ ഓൾറെഡി അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അത് മാറി. ഇപ്പോൾ ജെൻഡർ ഇക്വാളിറ്റി പണ്ടെന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എടുക്കാത്തതിൻ്റെ കാരണം ഞാൻ പറയാം. മെക്കാനിക്കൽ എടുക്കാത്തതിൻ്റെ മെയിൻ കാര്യം, മെക്കാനിക്കൽ എന്ന് പറയുമ്പം ഈ പേരൻസിൻ്റെ ഔട്ട്ലുക്ക് അല്ലെങ്കിൽ പുറമെയുള്ള ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഹെവി മെഷീനറി അല്ലേ, ഹെവി മെഷീനറീസ് ഹാൻഡിൽ ചെയ്യുന്നത്. ലാബ് എന്നൊക്കെ പറയുമ്പം കാണുമ്പോൾ പേടിയാവും, ലേത്തും വലിയ വലിയ CNC മെഷീനും. ഇത് കാണുമ്പോഴത്തേക്ക് കുട്ടികൾ പാനിക്കാം, ടർബൈൻസും. ഇത് കാണുമ്പോഴത്തേക്ക് പെൺകുട്ടികൾക്ക് ഒരു തോന്നൽ വരും, ഞങ്ങൾ ഫിസിക്കലി ഞങ്ങൾക്ക് അത്ര ബോയ്സിൻ്റെ കണക്ക് പറ്റത്തില്ല, ഞങ്ങൾക്കിത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ വെറുതെയാണ്, അത് തോന്നൽ മാത്രമാണ്. അതിപ്പം മാറി. ഇപ്പം പെൺകുട്ടികൾ ഇപ്പം പറയുന്നത് ജെൻഡർ ഇക്വാളിറ്റി, നിങ്ങൾ പറയുന്ന കുറേ ടേംസ് ഉണ്ടല്ലോ, അപ്പം അത് മാറി. കുട്ടികൾ ആ ഡിസ്പാരിറ്റി ഇതെല്ലാം മാറിയിട്ട് അവർ നമ്മളെക്കാൾ ഇനിയിപ്പോൾ ഉറപ്പാണ് ഒരു വിത്തിൻ ഒരു 10 years മെക്കാനിക്കൽ ആൺകുട്ടികൾ മാറി പെൺകുട്ടികളുടെ അഡ്മിഷൻ എടുക്കുന്ന കൗണ്ട് മേളിൽ വരുന്നൊരവസ്ഥയിലോട്ട് പോകും. അത് പണ്ടത്തെ ഒരു തോട്ടായിരുന്നു, ഒരു മിസ്കൺസെപ്ഷൻ ആയിരുന്നു, മെക്കാനിക്കൽ പെൺകുട്ടികളെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ളത്. പെൺകുട്ടികൾക്കാണ് ഏറ്റവും നല്ല ഓപ്ഷൻ മെക്കാനിക്കലിൽ. ഞാൻ കണ്ടേക്കുന്നതിൽ, എൻ്റെ കരിയറിൽ ഞാൻ കണ്ടേക്കുന്നതിൽ, ഞാൻ പഠിപ്പിച്ച മെക്കാനിക്കലിൽ പഠിച്ച പെൺകുട്ടികളാണ് ഏറ്റവും നല്ല രീതിയിൽ സെറ്റിൽ ചെയ്തേക്കുന്നത്. റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടും ജർമ്മനിയിൽ പോയി ഓട്ടോമൊബൈൽ സെക്ടറിൽ കയറിയ സ്റ്റുഡൻസ് ഉണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇപ്പോൾ മാനേജർ ലെവലിൽ ഇരിക്കുന്ന സ്റ്റുഡൻ്റ് ഉണ്ട്. അപ്പോൾ പെൺകുട്ടികൾ പഠിച്ച ഒരു പെൺകുട്ടി പോലും ഏറ്റവും നല്ല രീതിയിൽ സെറ്റിൽ ചെയ്തതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതൊരു പഴയ ഒരു മിസ്കൺസെപ്ഷനും തോട്ടും ഒക്കെയാണ്, അത് മാറി. ഇത് എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം മെക്കാനിക്കൽ ഏറ്റവും ആപ്റ്റ് ഫോർ ഗേൾസിനാണ് ഭയങ്കര ചാൻസ് അല്ലേ. ഗേൾസിന് അവർ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. മെക്കാനിക്കൽ എടുക്കുമ്പോഴത്തേക്ക് അവരുടെ ക്യാരക്ടർ ഫോർമേഷൻ കാര്യം, നിങ്ങൾ ഇപ്പം ബാക്കി ബ്രാഞ്ച് എന്ന് പറയുമ്പോഴും കൂടുതലും മെജോറിറ്റി ഗേൾസും മൈനോറിറ്റി ബോയ്സും. മെക്കാനിക്കലിൽ മെജോറിറ്റി ബോയ്സിൻ്റെ കൂടെ ഈ ഒരു 3 പെൺകുട്ടികളെന്ന് പറയുമ്പോൾ അവരുടെ ക്യാരക്ടർ ഫോർമേഷൻ ഭയങ്കരമായിട്ട് മാറും. ഒന്നിനെ അവർക്ക് പേടി കാണത്തില്ല. അവർ ശരിക്കും ഒരു ആൺകുട്ടി എങ്ങനെയാണ് ലൈഫിനെ ഫേസ് ചെയ്യുന്നത്, ആ രീതിയിലായിരിക്കും അവർ ലൈഫിൻ്റെ അടുത്തുള്ള അവരുടെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നല്ലതല്ലേ. ഇപ്പം റീസണായിട്ട് എൻ്റെ ബാച്ചിൽ പഠിക്കുന്ന പെൺകുട്ടികളെല്ലാം ബൈക്കാണ് യൂസ് ചെയ്യുന്നത്, ആക്റ്റീവയും സ്കൂട്ടറും അല്ല. അവർക്ക് വേണ്ടത് ബൈക്കാണ്, റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കാണ് അവർ വാങ്ങിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ചേഞ്ച് വന്നതുകൊണ്ട് ആ ഇക്വാളിറ്റി, ജെൻഡർ ഇക്വാളിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. ഈ സപ്ലി എല്ലാവരും പറയുമ്പോൾ ഒരു ട്രെൻഡിങ് വിഷയമായിട്ടാണ് പറയുന്നത്. എനിക്ക് ഇത്ര സപ്ലി ഉണ്ട്, ഇത്ര സപ്ലി കിട്ടി, അതൊരു ഭയങ്കര ഹൈ കാര്യമായിട്ടാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. സോ ഈ സപ്ലി നമ്മുടെ കരിയറിനെ എത്രത്തോളം ഹാംഫുൾ ആണ്, അല്ലെങ്കിൽ ഈ സപ്ലിയിൽ ഇത്ര ഹൈ കിട്ടേണ്ടതുണ്ടോ? സപ്ലി അരിയർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കരിയറിനെ ഭയങ്കരമായിട്ട് ബാധിക്കും എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഓപ്പർച്യൂണിറ്റി കാര്യം പറയുമ്പോൾ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി കാര്യം പറഞ്ഞു. ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റിയിൽ ഈ വെളിയിലോട്ട് നല്ല നല്ല യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇത്ര നമ്പർ ഓഫ് അരിയേഴ്സ് പാടുള്ളൂ എന്നൊരു കണ്ടീഷനുണ്ട്. പറയും 4 chances അല്ലെങ്കിൽ 9 chances എന്നുള്ള കണ്ടീഷനുണ്ട്. അതായത് അതിന് മുകളിലായി കഴിഞ്ഞാൽ അവർ ആ യൂണിവേഴ്സിറ്റിയിൽ ഈ കുട്ടിയെ അഡ്മിഷൻ അവരെടുക്കത്തില്ല. പക്ഷേ അത് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്, ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ സപ്ലി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ക്രെഡിറ്റ് അല്ല. സപ്ലി എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? യൂണിവേഴ്സിറ്റി സപ്ലി എന്ന് പറഞ്ഞാൽ ഒരു ചാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഹെൽത്ത് കണ്ടീഷൻ, ഒരു മോശമായിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻ വന്നല്ലേ, ഒരു നല്ലൊരു സിവിയർ ഒരു ആക്സിഡൻറ്റ് പറ്റി. അപ്പോൾ ഇങ്ങനൊരു കേസ് വരുമ്പോൾ നമുക്കൊരു അതർ ചാൻസ് എന്നുള്ള രീതിയിലാണ് ഈ സപ്ലിമെൻ്ററി എക്സാംസ്. പക്ഷേ അത് കുട്ടികളത് കാണുന്ന രീതി ഡിഫറെൻ്റ്. അവരെന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിപ്പോൾ പോയാലും പിന്നെ എഴുതി എടുക്കാമല്ലോ, അതല്ല. സപ്ലൈ എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് ഇഷ്യൂ വരുന്നു, അല്ലെങ്കിൽ ഫാമിലിയിൽ ഒരു പ്രശ്നം വരുന്നു, ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്നു, ആ സമയത്ത് നമുക്കൊരു അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ മാത്രമാണ് സപ്ലൈ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ചിന്താഗതി മാറിക്കും. സാർ, ഇപ്പോൾ ഓരോ കോഴ്സും നമ്മൾ കഴിയുമ്പോൾ നമ്മുടെ ആസ് എ ഹ്യൂമൻ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഓരോ സ്കില്ലുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾ മെഡിക്കൽ പ്രൊഫഷൻ കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് പേഷ്യൻസ് പഠിക്കും, അങ്ങനെയൊക്കെ പറയും, ഇൻട്രാക്ട് ചെയ്യാൻ പഠിക്കും എന്നൊക്കെ. അപ്പോൾ ഒരു എൻജിനീയറിങ് സ്റ്റുഡൻറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിൽ ഫ്രം ദ ഫസ്റ്റ് ഇയർ ടു, സാർ ഒരുപാട് സ്റ്റുഡൻസിനെ കണ്ടിട്ടുള്ള ആളാണ്. സോ ഡീൻ ഓഫ് സ്റ്റുഡൻറ്റ് അഫെയർ ആണ്. സോ എന്താണ് ആ ഒരു ചേഞ്ച്, ആ ഒരു ക്യാരക്ടർ ചേഞ്ച് ഫ്രം ദിസ് കോഴ്സ് സാറ് ശ്രദ്ധിച്ചിട്ടുള്ളത്?
എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ വരുന്ന ഒരു പാറ്റേൺ അല്ല, ബിഹേവിയറൽ പാറ്റേൺ അല്ല പിള്ളേർക്ക് ഫൈനൽ ഇയർ ആകുമ്പോഴത്തേക്ക്. ഒന്നാമത്തെ ഇതെന്ന് വെച്ചാൽ ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പം ഞാൻ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, ഡീൻ ഓഫ് സ്റ്റുഡൻറ്റ് അഫയേഴ്സ് ആവുന്നതിന് മുമ്പും ഞാൻ മെയിനായിട്ട് എൻ്റെ കുട്ടികളെ ശ്രദ്ധിക്കുന്ന പ്രോപ്പർ അറ്റയർ മെയിൻറ്റെയിൻ ചെയ്യാൻ, ഡ്രസ്സിങ്. കാര്യം ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അപ്പോൾ നമ്മളൊന്ന് കയറി വരുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുക, ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ആ ഡ്രസ്സിങ് സെൻസാണ് അല്ലേ. പ്രൊഫഷണൽ കോഴ്സ് ആകുമ്പോൾ പ്രൊഫഷണൽ രീതിയിൽ ഡ്രസ്സ് ചെയ്യണം. ഈ കുട്ടികൾ വരുന്നതാണ് കാര്യത്തില്ല, അവർ ഫൈനൽ ഇയർ ആകുമ്പോഴത്തേക്ക് അവരുടെ ഡ്രസ്സിങ് സെൻസ് മാറും, അവരുടെ ഗ്രൂമിങ്, അവരെ തന്നെ കാണുന്ന ഔട്ട്ലുക്ക് മാറും. പിന്നെ കോൺഫിഡൻസ്. എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടി സംസാരിക്കുന്ന രീതിയും ആർട്സ് കോളേജിൽ നിന്ന് ഒരു ഡിഗ്രി കഴിഞ്ഞ കുട്ടി സംസാരിക്കുന്ന രീതിയും ഭയങ്കര ഡിഫറെൻറ്റാണ്. എഞ്ചിനീയറിംഗ് സെക്ടറിൽ നല്ലപോലെ പഠിച്ച് ഈ പറഞ്ഞ ഹാക്കത്തോണും ഈ പറയുന്ന പ്രൊഫഷണൽ സൊസൈറ്റി ആക്ടിവിറ്റിയും ഇതെല്ലാം അറ്റൻഡ് ചെയ്തൊരു കുട്ടിയാണെങ്കിൽ അയാളൊരു ഇൻ്റർവ്യൂവിന് കടന്നു വരിക, അല്ലെങ്കിൽ എന്തൊരു ഫംഗ്ഷന് പോയി സംസാരിക്കുമ്പം ആ ഡിഫറൻസ് അതിൻ്റെ അകത്തുണ്ട്. ഭയങ്കര ഹ്യൂജ് ഡിഫറൻസ്. ആ കോൺഫിഡൻസ് ലെവൽ ഹൈ ആവും. രണ്ടാമത്തത് പിന്നെ അവർക്ക് ലൈഫിലുള്ള ഔട്ട്ലുക്ക് ഒരു ഡിഫറെൻറ്റ് ഔട്ട്ലുക്ക് ആയിരിക്കും. എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ബിൽഡ് ചെയ്യുന്നില്ല, അവർക്ക് എല്ലാത്തിനോടും വേറൊരു പെർസ്പെക്റ്റീവിൽ അവർ കാണുന്നത്. പക്ഷേ ഇതെല്ലാം ആഡ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പ്രോപ്പറായിട്ട് പഠിച്ച് ഈ പറയുന്ന ഇപ്പം ഞാൻ കാണുന്ന പ്ലേസ്മെൻറ്റ് സിലബസ് ഉണ്ട്. ഫസ്റ്റ് ഇയർ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും പ്ലേസ്മെൻറ്റ് സിലബസ്. അതായത് ഓരോ സെമസ്റ്ററിൽ ഒരു ഫസ്റ്റ് ഇയർ വരുന്ന കുട്ടിക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ പോലും അറിയത്തില്ല. അപ്പോൾ ഈ കൊച്ച് എങ്ങനെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയണം, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, ഇനി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എങ്ങനെ ട്രെയിൻ ചെയ്യണം, ഒരു കമ്പനിയിൽ നിന്ന് ഇൻ്റർവ്യൂ ബോഡി വന്ന ഒരു മോക്ക് ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യും, ആ പ്രഷർ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഇങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത ഒരു 7-8 സെമസ്റ്ററിൻ്റെ പ്ലേസ്മെൻറ്റ് സിലബസ് നമുക്ക് കോളേജിലുണ്ട്. പ്ലേസ്മെൻറ്റ് ഓഫീസർ ഡെവലപ്പ് ചെയ്ത പ്ലേസ്മെൻറ്റ് സിലബസ്. ഇതിലൂടെ കടന്നു പോകുമ്പം ഈ പറയുന്ന എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ആർക്ക് കിട്ടും? ഈ 4-ാം വർഷം പഠിച്ചിറങ്ങുന്നൊരു പ്രോപ്പറായിട്ട് പഠിച്ചിറങ്ങുന്നൊരു കുട്ടിക്ക്. സോ നമ്മൾ ഇപ്പോൾ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിൽ നിന്ന് ഡിഗ്രി കഴിയുന്നു, എഞ്ചിനീയറിംഗ് പ്രൊഫഷൻ കഴിയുന്നു, യൂറോപ്പിൽ പോയി ജോലി ചെയ്യുന്നു, പുറമേക്ക് പോകുന്ന ഒരു ട്രെൻഡ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മളിവിടെ പഠിച്ച കോഴ്സ്, ഒരു ബിടെക് എന്ന് പറഞ്ഞൊരു കോഴ്സ് പുറമേ വാലിഡ് ആണോ? ആൻഡ് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞ പോലെ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ ജോബ് അല്ല, ജോബ് ഓപ്പർച്യൂണിറ്റി അല്ല. ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് UAE പോലുള്ള കൺട്രീസിൽ ഈ പറഞ്ഞ അപ്സ്കെയിലിംഗ് കോഴ്സുകളൊക്കെ കഴിയുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് സ്റ്റാർട്ടിങ് ജോബും ഓപ്പർച്യൂണിറ്റി എല്ലാം ഉണ്ട്. പക്ഷേ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി മെയിനായിട്ട് പോകുന്നത് പറഞ്ഞാൽ സ്റ്റഡി ഓപ്ഷൻസ് ആണ്. യൂറോപ്യൻ കൺട്രിയിൽ ഉള്ള സ്റ്റഡി ഓപ്ഷൻസ്, ഓസ്ട്രിയ, ജർമ്മനി, ലക്സംബർഗ്, ഇങ്ങനെയുള്ള കൺട്രീസിൽ പോയി പഠിക്കാനുള്ള ഓപ്ഷനും സ്റ്റേ ബാക്കിനുള്ള ഓപ്ഷനാണ്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബിടെക് വാലിഡ് ആണ്. നല്ല പെർസെൻറ്റേജ്, അതായത് ഒരു 7.5 CGPA ഉള്ളൊരു കുട്ടിക്ക്, അല്ലെങ്കിൽ ഒരു 8 CGPA ഉള്ളൊരു കുട്ടിക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ തന്നെ അഡ്മിഷൻ കിട്ടും. അതായത് മെക്കാനിക്കൽ, ഇപ്പോൾ ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്, മെക്കാനിക്കൽ കഴിഞ്ഞൊരു കുട്ടിക്ക്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞൊരു കുട്ടിക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ജർമ്മനിയാണ്. ജർമ്മനിയിൽ ഇഷ്ടംപോലെ കോഴ്സസ് ഉണ്ട്. ഇത് കോഴ്സസ് ഓഫർ ചെയ്യുന്നത് ടോപ്പ് റാങ്കിങ് യൂണിവേഴ്സിറ്റീസ്, പബ്ലിക് യൂണിവേഴ്സിറ്റീസ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഫീസ് ഇല്ല, ₹1 ഫീസ് അടയ്ക്കേണ്ട. അതുകൊണ്ട് തന്നെയാണ് ഈ പല ജയൻസും ഈ അബ്രോഡ് സ്റ്റഡി ഓപ്ഷൻസ് കൊടുക്കുന്ന ജയൻസ് ഈ ജർമ്മനിയെ സൈഡ് ലൈൻ ചെയ്യുന്നത്. കാര്യം അവർക്ക് അതിൻ്റെ അകത്ത് പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം പ്രോസസ്സിങ് ഫീ, ഇപ്പോൾ ഓസ്ട്രേലിയ, കാനഡ എന്നൊക്കെ പറയുമ്പോൾ ഹ്യൂജ് ഫീസാണ്. അപ്പോൾ അതിൻ്റെ കമ്മീഷൻ റേറ്റും സ്റ്റുഡൻറ്റ് കമ്മീഷൻ റേറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഹൈ ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ പബ്ലിക് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ വരുമാനമില്ല. അല്ലെങ്കിൽ അവർ ആദ്യമേ പറയും ഞങ്ങളുടെ സർവീസ് ചാർജ് ഇത്രയാണ്, ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത് തരുവാണെങ്കിൽ ഞങ്ങളൊരു 1 lakh ഞങ്ങൾക്ക് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. ഇതിൻ്റെ ആവശ്യമില്ല. ഡാഡ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്, DAAD, ഡാഡ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റി അഡ്മിഷൻസ് കുട്ടികൾക്ക് തന്നെ കയറി നോക്കി അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് വെച്ചാൽ 0 ട്യൂഷൻ ഫീ, ₹1 അടയ്ക്കേണ്ട. മാത്രമല്ല സെക്കൻഡ് ഇയർ ആകുമ്പോൾ ഇവർക്ക് ഇൻറ്റേൺഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് വലിയ ഓട്ടോമൊബൈൽ, ഇപ്പോൾ മെക്കാനിക്കലാണ്, ഓട്ടോമൊബൈൽ കമ്പനിയിലാണ് ഇവർ ഇൻറ്റേൺഷിപ്പിന് കയറുന്നത്. അത് പ്രോപ്പർ കംപ്ലീഷൻ ഓഫ് ഇൻറ്റേൺഷിപ്പ് വിൽ ലീഡ് ടു എ ജോബ്. ആ രീതിയിലായിരിക്കും കാര്യങ്ങൾ. പിന്നെ ഈ കുട്ടികൾ മൈഗ്രേറ്റ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ അവരിപ്പോൾ പ്രോപ്പർ അവയർനെസ് ഉണ്ട്. അവർക്കിപ്പോൾ ഈ ആക്സസ് ടു യൂട്യൂബും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർക്ക് അറിയാം. എവിടെ പോയി പഠിച്ചാൽ എത്ര സാലറി, നേരത്തെ പറഞ്ഞില്ല സാലറി, ലൈഫ് സ്റ്റൈലിൻ്റെ ഡിഫറൻസ്. ഇവിടെ കിട്ടുന്നതിൻ്റെ ഒരു 4-5 ഒരു വർഷം എടുക്കുന്ന സാലറി ആയിരിക്കും ചിലപ്പോൾ അവിടെ ഒരു മാസം കിട്ടുന്നത്. ഇത് അവെയർ ആയിട്ടുള്ള കുട്ടികളാണ് ആഫ്റ്റർ എഞ്ചിനീയറിംഗ് വെളിയിൽ പോയി പഠിക്കുന്നത്. ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഈ പറയുന്ന എല്ലാ യൂറോപ്പിലും അമേരിക്കയിലും എല്ലാ ഓപ്ഷൻസ് ഉണ്ട്. GRE എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, നമ്മുടെ ഗേറ്റ് എക്സാം പോലെ GRE എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അത് എഴുതിയാൽ വെളിയിൽ പോയി നമുക്ക് ഇതേക്കുള്ള ടോപ്പ് റാങ്കിങ് യൂണിവേഴ്സിറ്റീസിൽ പോയി പഠിക്കാൻ പറ്റും. പിന്നെ ജർമ്മൻ ലാംഗ്വേജ്, ജർമ്മനിയൊക്കെയാണ് ജർമ്മൻ ലാംഗ്വേജും കൂടെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ആഡ് ഓൺ ആണ്. ഈസി ആയിട്ട് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടും. ഈ MTechനുള്ള എക്സാം ആണോ ഗേറ്റ്? ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ എഞ്ചിനീയേഴ്സ്. MTechന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി മാത്രമല്ല, ഈ വലിയ ONGC, BHEL, DRDO, ISRO ഇങ്ങനെ ഉള്ള, അല്ലെങ്കിൽ IIT പഠിക്കാനാണ് IIT, ഇതിലോട്ടുള്ളൊരു എൻട്രിയും കൂടെ ഗേറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ അതുണ്ടെങ്കിൽ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് ഗേറ്റ് സ്കോർ. സാർ ഒരു ടീച്ചറും കൂടെയാണ്. അപ്പോൾ വാട്ട് ആർ ദ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരു
ടീച്ചിങ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? ഒരു ടീച്ചർ ആവാൻ, ഒരു എഞ്ചിനീയർ ടീച്ചർ ആവാൻ വേണ്ട ഒരു ടീച്ചിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മെയിനായിട്ട് ഇപ്പോഴത്തെ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് മാസ്റ്റർ ഡിഗ്രി ഉണ്ട് ഒരാൾക്ക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ടീച്ചറാവാം, എം ടെക് എന്ന് പറയും. ഈ മാസ്റ്റർ ഡിഗ്രി നാട്ടിൽ എടുക്കുന്നതിന് എം ടെക് എന്ന് പറയുന്നത് തമിഴ്നാട് അല്ലെങ്കിൽ നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ ME എന്ന് പറയും. ഇനി വെളിയിലോട്ടാണ് MS എന്ന് പറയും. ഇനി ഇത് തന്നെ വെളിയിൽ പോയി പഠിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. മാസ്റ്റേഴ്സ് ബൈ റിസർച്ചും ഉണ്ട്, മാസ്റ്റേഴ്സ് ബൈ കോഴ്സ് വർക്കും ഉണ്ട്. മാസ്റ്റേഴ്സ് ബൈ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഈ 2 years കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡോക്ടറേറ്റ് ലെവലിലോട്ട് കൊണ്ടുപോകാം. ഓക്കെ. ഈ മാസ്റ്റേഴ്സ് ബൈ കോഴ്സ് വർക്ക് എന്ന് പറഞ്ഞാൽ MS 2 വർഷം കൊണ്ട് നമുക്ക് ഈ സ്റ്റഡീസ് നിർത്തിയിട്ട് എം ടെക് വരും, തിരിച്ച് നാട്ടിൽ വരാൻ പറ്റും. ഇനിയിപ്പോൾ അത് മാറി. ഇനിയിപ്പോൾ ഒരു ടീച്ചിങ് പ്രൊഫഷനിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ, അതായത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ടീച്ചിങ് ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, ഇനി ഇപ്പോഴത്തെ ഏറ്റവും മിനിമം ക്വാളിഫിക്കേഷൻ വിത്തിനൊരു 3-4 years PhD മാൻഡേറ്ററി കണ്ടീഷനാവും. അതായത് PhD ഉള്ള ഒരാൾക്ക് മാത്രമേ നാട്ടിൽ ഈ ആഫ്റ്റർ എഞ്ചിനീയറിംഗ് ടീച്ചിങ്ങിന് കയറാൻ പറ്റത്തുള്ള ഒരു കണ്ടീഷൻ വരും. അപ്പോൾ അടുത്ത ലെവലാണ് എം ടെക് കഴിഞ്ഞിട്ട് അടുത്ത ലെവലാണ് എന്ത് PhD ഡോക്ടറേറ്റ് എന്ന് പറയുന്നത്. അത് ഞാൻ പറയുന്നത് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് വെളിയിൽ അബ്രോഡ് പോയി ഏതെങ്കിലും ഫോറിൻ യൂണിവേഴ്സിറ്റി പോയി റിസർച്ച് ചെയ്യുന്നതായിരിക്കും. അതിന് ഭയങ്കര വാല്യൂ ആണ് നാട്ടിൽ തിരിച്ച് വരുമ്പോഴത്തേക്ക്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റഡീസും കൂടെ ഉണ്ട്, പോസ്റ്റ് ഡോക്ക് എന്ന് പറയും, PDF എന്ന് പറയും, പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് എന്ന് പറയും. അത് 1 year. അത് അമേരിക്കയിലും ഈ പറഞ്ഞ ജർമ്മനിയിലൊക്കെ പോയി അതും എടുക്കുക. അതെന്ന് പറഞ്ഞാൽ മാക്സിമം ആയി, പിന്നെ വേറെ സ്റ്റഡി ഓപ്ഷൻസിൻ്റെ ആവശ്യമില്ല. ഇതാണ് ഒരു ടീച്ചർ, ഒരു അധ്യാപകൻ, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അധ്യാപകനാവണമെങ്കിൽ ഈ പറയുന്ന ഒരു ഏരിയ ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്താൽ മതി. പിന്നെ നാട്ടിൽ ഓപ്ഷൻസ് ഉണ്ട്. PSCയിൽ ഈ പറയുന്ന ഗവൺമെൻറ് കോളേജസിൻ്റെ അകത്ത് കയറാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ എയ്ഡഡ് കോളേജസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് പ്രൈവറ്റ് സെക്ടർ. ഏറ്റവും കൂടുതലുള്ള പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജാണ്. ഈ പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്, ടീച്ചിങ് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നമ്മളെപ്പോഴും കണ്ടിന്യൂസ് ലേണിങ്, ഈ ജേർണൽ പബ്ലിക്കേഷൻ, കോൺഫറൻസുകൾ അറ്റൻഡ് ചെയ്യുക, കുട്ടികളെ കൊണ്ട് പേറ്റൻറ്റ് ചെയ്യിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഇതിനകത്ത് ഇൻ ഫ്യൂച്ചർ ടീച്ചിങ്ങിൽ പിടിച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അവരുടെ ഇമ്പ്രൂവ്മെൻറ്റ്, പേഴ്സണൽ ഇമ്പ്രൂവ്മെൻറ്റ്, അതിൻ്റെ അകത്ത് വരുന്നതാണ് ഈ റിസർച്ച് ചെയ്യുന്നതും പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പിന് പോകുന്നതൊക്കെ. ഇതൊക്കെ ഫോക്കസ്ഡ് ആയിട്ട് ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു നോബിൾ പ്രൊഫഷനാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. എനിക്കൊരു എഞ്ചിനീയറിംഗ് ടീച്ചറെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വളരെ ക്യൂരിയസ് ആയിട്ട് ചോദിക്കണം എന്ന് വിചാരിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിൽ ഒന്നാണ് ഈ മെക്കും ഗേൾസും. അതിനൊരു അടിപൊളി ആൻസർ സാറ് തന്നു. എൻ്റെ ഡൗട്ട്സ് എല്ലാം ക്ലിയർഡ് ആണ്. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ 3 Idiots എന്ന് പറഞ്ഞ മൂവി അതിൻ്റെ ഒരു വലിയ ഫാനാണ്. അപ്പോൾ അതിൽ വൈറസ് എന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ അമീർ ഖാൻ ഒരു എക്സ്ട്രാ ഓർഡിനറി എഞ്ചിനീയറാണ്. അപ്പോൾ സാറിൻ്റെ കരിയറിൽ അതുപോലെ ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റിനെ കണ്ടിട്ടുണ്ടോ? പേര് മെൻഷൻ ചെയ്യണമെന്നില്ല, പക്ഷേ അങ്ങനെ റിയൽ ലൈഫിൽ അങ്ങനെ ഉണ്ടാവും എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡൻസ്, അങ്ങനെ ഒരു ടെക്നിക്കൽ നോളജ് ഉറപ്പായിട്ടും. പിന്നെ ജീനിയസ് ആയിട്ടുള്ള കുട്ടികൾ എല്ലാ കോളേജസിലും എല്ലാ ബാച്ചസിലും ഉണ്ട്. അവർക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അധ്യാപകൻ ക്ലാസ് എടുക്കണമെന്നോ കറക്റ്റായിട്ട് പോർഷൻ കവർ ചെയ്യണമെന്നോ ഒന്നുമില്ല. അവർക്കറിയാം, അവരുടെ പാത്ത് അറിയാം. അവർ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള കുട്ടികൾ വേണം. അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. ഒരു ക്ലാസ്സിൽ എല്ലാവരും ഒരു ആവറേജ് സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യത്തില്ല. ഇങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ അവർ ഭയങ്കര ക്യൂരിയസ് ആണ്, അവർ ഡൗട്ട് നമ്മളടുത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവർ ഈ കുട്ടികളുള്ള ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിട്ടേ പോകത്തുള്ളൂ. നമ്മൾ ചുമ്മാ പോയി ക്ലാസ് എടുക്കത്തില്ല. ഇങ്ങനെയുള്ള കുട്ടികൾ എല്ലാ ഇയറിലും എല്ലാ ബാച്ചിലും എല്ലാ കോളേജസിലും ഇങ്ങനെയുള്ള കുട്ടികളുണ്ട്. പക്ഷേ അവർ എപ്പോഴും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർ ഒരു ക്രൗഡ് കാണത്തില്ല. അവർക്ക് മനസ്സിലാവുന്നുണ്ട്, അവർക്ക് ഫ്രണ്ട് സർക്കിൾ കുറവായിരിക്കും. ശ്രദ്ധിച്ചാൽ മതി, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഫ്രണ്ട് സർക്കിൾ കുറവായിരിക്കും. അവരെപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. പക്ഷേ അവരുടെ മാർക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റി കാണുമ്പോൾ നമുക്കറിയാം അവർ എക്സ്ട്രാ ബ്രില്യൻ്റ് ആണ്. ഉറപ്പായിട്ടും ഉണ്ട്, ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. സോ ഇത് +2 കഴിഞ്ഞ എഞ്ചിനീയറിംഗ് ആസ്പിരൻസിന് ഒരു നല്ലൊരു പോഡ്കാസ്റ്റ് തന്നെയാണ്. ഒരുപാട് എക്സ്ട്രാ നോളജ്, എസ്പെഷ്യലി ജർമ്മനിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ എല്ലാം സാർ അടിപൊളിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എഞ്ചിനീയറിങ്ങിനെ കുറിച്ചുള്ള ഒരു ഒതൻറ്റിക് നോളജ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ബ്രാഞ്ച് ചൂസ് ചെയ്യണം, എങ്ങനെ പോകണം എന്നുള്ളതിനെ കുറിച്ച് ഇനിയൊരു ഡൗട്ടൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഫൈനലി എന്താണ് ഒരു എഞ്ചിനീയറിംഗ് ആസ്പിരൻറ്റിനോട് ആ ഒരു കരിയറിൽ സക്സസ്ഫുൾ ആവണം, എഞ്ചിനീയറിംഗ് കോഴ്സ് എടുക്കണം എന്നാഗ്രഹിക്കുന്ന +2 കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരോട് സാറിന് പറയാനുള്ളത്? എനിക്ക് കുട്ടികളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, അവർ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ, ആഗ്രഹിച്ചെടുക്കണം. അല്ലാതെ ഇത് പേരൻസ് ഫോഴ്സ്ഫുള്ളി എടുക്കുന്നതല്ല. അവർ ആഗ്രഹിച്ച് ഏത് ട്രെൻഡിനൊപ്പം പോകാതിരിക്കാൻ നോക്കുക. അപ്പം എല്ലാവരും അത് ചെയ്യുന്നു, എല്ലാവരും ഇന്നടുത്ത് പോകുന്നു, എല്ലാവരും ഈ കോഴ്സ് എടുക്കുന്നു, അങ്ങനെയല്ല. നമ്മൾ നോക്കുക, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തിങ്ക് ചെയ്യണം. ബൈ 2030 ഏത് ബ്രാഞ്ച് ഓഫ് സ്റ്റഡി എടുത്താലും എനിക്ക് ഫ്യൂച്ചർ ഉള്ളത്. അത് റിസർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം
ചാറ്റ് ജി പി ടിയോട് ചോദിച്ചാൽ മതി ബൈ 2030 അല്ലെങ്കിൽ ബൈ 2031 ബൈ 2032 അല്ലെങ്കിൽ ആഫ്റ്റർ 10 years വാട്ട് വിൽ ബി ദ ഫ്യൂച്ചർ ഓഫ് എന്താണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇങ്ങനെ ചോദിച്ച് ഇതിനെല്ലാം മനസ്സിലാക്കി ആഗ്രഹിച്ചെടുക്കുന്ന മാത്രമല്ല ഒരു ഗോൾ സെറ്റ് ചെയ്യണം. ഗോൾ എന്ന് പറഞ്ഞാൽ ജോബല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരുടെ ഒരു നേരത്തെ പറഞ്ഞ സാലറി എത്ര ആയിരിക്കണം, അവരുടെ ലിവിങ് സ്റ്റൈൽ എന്തായിരിക്കണം, ഇതൊക്കെ അവരൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചൂസ് ചെയ്യുക. എഞ്ചിനീയറിങ്ങിലോട്ട് നമ്മളത് ആഗ്രഹിച്ച് തന്നെ എന്നാലേ ഇത് പഠിക്കത്തുള്ളൂ. ആഗ്രഹിച്ച് വന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് പഠിക്കാൻ പാടാണ്. MBBS പോലെ തന്നെ ഈക്വലി ഡിഫിക്കൽട്ടാണ് എഞ്ചിനീയറിങ്ങിൻ്റെ. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 64 സബ്ജക്റ്റ്, ലാബും തിയറി എല്ലാം കൂടെ 10-64 സബ്ജക്റ്റാണ് ഇവർ പഠിക്കുന്നത്. അപ്പോൾ ഇത് ആഗ്രഹിച്ച് തന്നെ ഇവർ എടുത്താലേ ഇവർക്ക് ഫ്യൂച്ചറുള്ളൂ. പിന്നെ എനിക്ക് കുട്ടികളോട് പറയാനുള്ളൊരു കാര്യം, ഈ നമ്മൾ എഡ്യൂക്കേഷൻ സെക്ടറിൽ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ ആസ് എ ടീച്ചർ ഞാൻ കണ്ടൊരു കാര്യമാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തൊരു ചോദ്യമുണ്ട്, നീ എന്താ ഇങ്ങനെ, മനസ്സിലാവുന്നുണ്ടോ, നീ ഇതെന്താ ചൂസ് ചെയ്തത്. നമ്മളെ ഈ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതി അല്ലേ, ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കാണെങ്കിലും ടീച്ചേഴ്സിൻ്റെ ഇടയ്ക്കാണെങ്കിലും. ഈ ഇപ്പോഴും ആസ് എ ഡീൻ ഓഫ് സ്റ്റുഡൻറ്റ് അഫയേഴ്സ് ഞാൻ ഏറ്റവും കേൾക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഫേവറിസം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളുടെ അടുത്ത് ജനറലായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഈ നമ്മൾ ഒറ്റപ്പെടുത്തത്തില്ലേ, ഫ്രണ്ട്സ് ഒറ്റപ്പെടുത്തുന്നു, നമ്മൾ ഒറ്റയ്ക്കാന്നൊരു തോന്നൽ വരുന്നത്. അപ്പോൾ ഒരു കോട്ട്, എന്നെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു കോട്ടുണ്ട്, ഇഫ് യു ഡോണ്ട് ഫിറ്റ് ഇൻ എ ക്രൗഡ് ഓർ ഇഫ് യു ഡോണ്ട് ബിലോങ് ടു എ ക്രൗഡ് യു ബിലോങ് ടു ദ സ്റ്റേജ് എന്നുള്ളതാണ്. ഈ കുട്ടികളാണ് എപ്പോഴും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്, ഇവരാണ് ലൈഫിൽ സക്സസ് ആവുന്നത്. അപ്പോൾ എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, ഈ ഒരു സാഹചര്യം നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട്, പിന്നെ ഒരു ക്വാളിറ്റി ഉണ്ട് പെർസിവറൻസ് എന്ന് പറയുന്നത്, ഈ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കൊച്ചു ഉറപ്പായിട്ട് എന്ത് ചെയ്യും, ലൈഫിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. താങ്ക് യു. താങ്ക് യു സർ.